ഹലോ, എല്ലാവർക്കും ഹർദേവ്സ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഖീർ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് സാബൂദാന. അത് വെച്ച് എങ്ങനെയാണ് സിമ്പിളായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്കൊരു പായസം, അതായത് ഖീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാബൂനരി അല്ലെങ്കിൽ സാബൂദാന എന്നറിയപ്പെടുന്ന ഈ അരി വെച്ചിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത്, അതായത് ഖീർ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 1 കപ്പ് സാബൂദാന റൈസ് അത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സാബൂദാന റൈസ് കവറാവുന്നത് വരെ, അതായത് അത് മുങ്ങുന്നത് വരെയുള്ള അളവിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 8 മണിക്കൂറെങ്കിലും മിനിമം കുതിർക്കാൻ വേണ്ടി വെക്കുക. ഞങ്ങളിപ്പോൾ രാവിലെ കുതിർത്തിട്ട് വൈകുന്നേരമാണ് പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ രാത്രി കുതിർത്തിട്ട് രാവിലെയോ നിങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാക്കും. പക്ഷേ മിനിമം 8 മണിക്കൂറെങ്കിലും കുതിരണം, എന്നാലേ നമുക്കത് അതിൻ്റെ ടേസ്റ്റിലേക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. ഊറ്റിക്കളഞ്ഞ ശേഷം നല്ല വെള്ളം ഇട്ട് നമുക്ക് ഈ ഖീർ റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഈ കുതിർത്തതിൻ്റെ വെള്ളം നന്നായി ഊറ്റിക്കഴിഞ്ഞിട്ട് നമ്മളിവിടെ റെഡിയാക്കി വെള്ളമൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഏകദേശം 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായത് ഒരു കപ്പ്, അത് 150 ഗ്രാം വരുന്ന ഒരു കപ്പ് അളവിൽ പാൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. പശുവും പാലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ പശുവും പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ഇത് വേവുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 150 ഗ്രാം ശർക്കര അല്ലെങ്കിൽ ബെല്ലമാണ് ചേർക്കുന്നത്. പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ ബെല്ലം ചേർത്താൽ വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഹെൽത്തി ആയിരിക്കും എല്ലാവർക്കും, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും. അപ്പോൾ ഈ ബെല്ലം കൂടെ ചേർത്ത ശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് വേവിക്കാം. ഇനി ഖീറിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഘീ, അതായത് നെയ്യ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. പക്ഷെ ചേർത്താൽ ഒരു ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ നല്ല സ്മെല്ലും കിട്ടും. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതാണ് നമ്മുടെ നെയ്യ്. അതുകൂടെ ചേർത്ത ശേഷം എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് സമയത്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഈ സാബൂദാന ഖീർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. സിമ്പിളായിട്ട്, അതും കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉണ്ടാക്കാവുന്ന ഈ റൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്